ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ മീനു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിനെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം വിഷസ് നേരുന്നു. എന്തായാലും ഓൾറെഡി ഓണമൊക്കെ കഴിഞ്ഞു, എന്നാലും ഞാൻ വീഡിയോയിൽ വിഷസ് പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം നാട്ടിലായിരുന്നു കേട്ടോ. 2-3 വർഷമായിട്ട് നമ്മൾ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഈ കൊല്ലമാണ് നമ്മൾക്ക് നാട്ടിൽ ആഘോഷിക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൊല്ലത്തെ വീട്ടിലായിരുന്നു ആഘോഷങ്ങളൊക്കെ ആയിരുന്നത്. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ദിവസം പൂക്കളൊക്കെ ഇട്ടു, സദ്യയൊക്കെ ഒരുക്കി, രാവിലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തെങ്കാശി അടുത്ത് സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സൂര്യകാന്തി പൂക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു സീസൺ ആയിരുന്നത്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരിടത്ത് മാത്രമേ പൂക്കൾ ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ബാക്കി എല്ലാ സ്ഥലങ്ങളും തന്നെ കാലിയായിരുന്നു കേട്ടോ. ആ കൃഷിയെല്ലാം കഴിഞ്ഞ് അവരെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിരുന്നാൽ കൂടി ഈ ഒരു സ്ഥലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു വണ്ടി വിളിച്ചിട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന ആ ഒരു വഴി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. തെങ്കാശിയിലോട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഫുൾ പച്ചപ്പും ഗ്രാമപ്രദേശങ്ങളും അതുപോലെ തന്നെ മലനിരകളും. നമ്മുടെ വീടിൻ്റെ 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്കാശി, അതായത് തമിഴ്നാട് ബോർഡറാണ്, ചെങ്കോട്ട തെങ്കാശിയൊക്കെ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഫുൾ തെങ്ങും തോപ്പുകളും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും തെങ്കാശിയിൽ വരാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ വരിക, ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ സൂര്യകാന്തി പൂക്കുന്നിടത്ത് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ KL രജിസ്ട്രേഷൻ വണ്ടികളായിരുന്നു. കാരണം നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഈ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പോണത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അന്യൻ സിനിമയിൽ ഷൂട്ട് ചെയ്ത ഒരു പാട്ടിൻ്റെ ഒരു സീൻ ഉള്ളൊരു സ്ഥലം കേട്ടോ, ഈ ഒരു പാറയൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ എത്തിച്ചേർന്നത് ഒരു 5 മണി 5:30 ആയ സമയത്തായിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരക്ക് അത്യാവശ്യം കുറവായിരുന്നു. എങ്കിരുന്നാൽ കൂടി നമ്മൾ പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ആൾക്കാർ വരണ്ടായിരുന്നത്. അപ്പോൾ ആ പോകുന്ന സ്ഥലത്ത് തന്നെ ചെറിയൊരു അമ്പലവും, അതായത് ഈ ഒരു കൃഷിപ്പാടം കേട്ടോ അത്, ഇതിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറേ പേര് പ്രാർത്ഥിക്കാനൊക്കെ കയറിയായിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ പേര് അതിൻ്റെ വിത്തുകൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുക ആണല്ലോ, പൂവ് ഇങ്ങനെ ഉണങ്ങി നിൽക്കണം. അതിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു സെൻറ്റർ ഭാഗത്തുള്ള ആ ഒരു ബ്ലാക്ക് സീഡാട്ടോ ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേരത് പറക്കി എടുക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മളും കുറേ പറക്കി എടുത്തിരുന്നു. നമുക്കും ഒന്ന് പോയി നട്ട് നോക്കാം, മുളക്കില്ല എന്നുള്ളത് അറിയില്ല. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും കുറച്ച് വിത്തുകളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് നേരെ പോയത് തെങ്കാശി വിശ്വനാഥ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് പിക്സൊക്കെ ആയിരുന്നു, അതിൻ്റെ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. അമ്പലത്തിൻ്റെ അകത്തും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല തിരക്കായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ ആകെ ഒരു തവണയാണ് ആ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടുള്ളൂ. കുംഭഭരണിയുടെ സമയത്ത് വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഏപ്രിലായിരുന്നു കുംഭഭരണി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ ചായക്കടയിൽ കയറി ഞങ്ങൾ ബജ്ജി പിന്നെ അങ്ങനത്തെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.